SDP അനുഭാവം പുലർത്തുന്ന ഓർഗനൈസിംഗിന്റെ ഒരു അംഗമായിട്ടുള്ള അബ്ദുൾ ഖാസിം എന്ന് പറയുന്ന വ്യക്തിയാണ് TG മോഹൻദാസിനെതിരെ പരാതി കൊടുത്തത്. ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് CJP നടത്തിയ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് അവിടെ കുട്ടികളെ കൊലപ്പെടുത്തുന്നതിനായിട്ടുള്ള രീതിയിലേക്കുള്ള വാദം TG മോഹൻദാസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രചരണവുമായിട്ട് വ്യാപകമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ് ഉമ്മാരുടെ നേതൃത്വത്തിൽ നടന്നത്. നമ്മൾക്കറിയാം പല രീതിയിൽ വാട്സപ്പ് സമരം പോലും നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഹർത്താൽ പോലും നടന്നിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതുപോലെയുള്ള കലാപരിപാടികൾ സോഷ്യൽ മീഡിയ ഒന്നുകൂടി ആക്റ്റീവായി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വ്യാജപ്രചരണവും കള്ളപ്രചരണവും നിരന്തരമായിട്ട് നടത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു രാഷ്ട്രവാദിയായിട്ടുള്ള വ്യക്തിയെ എന്നും തുറങ്കിലടക്കാം എന്നുള്ള രീതിയിലേക്ക് തങ്ങളുടെ രാഷ്ട്രീയ സമ്മർദ്ദവും അല്ലെങ്കിൽ തങ്ങൾക്ക് ഈ സമൂഹത്തിലുള്ള സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായിട്ടും സമ്മർദ്ദത്തിലാക്കുകയും ആ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ഇവിടുത്തെ VD സതീശൻ അടക്കമുള്ള മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഈ ഒരു പ്രത്യേക ഒരു സംവിധാനമായിട്ടുള്ള SDP ഒക്കെ അനുഭാവം പുലർത്തുന്ന ആളുകളുടെ പരാതി പൂർണ്ണമായിട്ടും TG മോഹൻദാസിനെ പോലെയുള്ള ആളുകൾക്കെതിരെ നടപടിയെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതൊരു വലിയ ദാരുണമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതിൽ സംശയമില്ല. നമ്മുടെ ഈ രാജ്യത്ത് പല ഘട്ടങ്ങളിലായിട്ട് പല സമരങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷെ ഈ സമരങ്ങളൊന്നും അടിസ്ഥാനപരമായിട്ട് രാജ്യത്തിന്റെ ഒരു നെഗറ്റീവായിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന നെഗറ്റീവായിട്ടുള്ള വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷെ രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പരസ്യമായിട്ട് തീവ്രവാദികളെല്ലാം രക്ഷിക്കണം എന്നുള്ള നിലപാടെടുത്തുകൊണ്ടുള്ള സമരങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. പക്ഷെ CJPയുടെ സമരമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കിയാലെല്ലാം തന്നെ ഇതുപോലെയുള്ള ആളുകളുടെ പ്രചരണ പ്രവർത്തനങ്ങളാണ്. ഇപ്പൊ TG മോഹൻദാസിനെതിരെ പരാതി കൊടുത്ത ആളുകളുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ CJP സമരത്തിലെ ചില അതിനുള്ളിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ള വിധ്വംസക സ്വഭാവമുള്ള ആളുകളുടെ മനോഭാവമാണെന്നുള്ളത് തർക്കമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴായിട്ട് BJP സർക്കാർ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് ആ വിഷയത്തിൽ ഒരു പരിഹാരം കാണുന്നതിന് പകരം 2001 നമ്മുടെ രാജ്യത്ത് പാർലമെന്റ് ഭീകരാക്രമണ കേസിൽ പ്രതിയായിരുന്ന അതിനുശേഷം തൂക്കിലേറ്റപ്പെട്ട അഫ്സൽ ഗുരു പോലെയുള്ള ആളുകളെ അനുസ്മരിച്ച് തീവ്രവാദ കുറ്റത്തിൽ ജയിലിൽ കിടക്കുന്ന ഈ പറയുന്ന ഉമർ ഖാലിദിനെ പോലെയുള്ള ആളുകളെല്ലാം റിലീസ് ചെയ്യണമെന്നുള്ള നിലപാടുകളൊക്കെ സ്വീകരിക്കുന്ന ഇവിടെയുള്ള ചില ആളുകൾ, ഈ ആളുകളാണ് യഥാർത്ഥത്തിൽ CJP നടത്തിയ പ്രൊട്ടസ്റ്റിനെയെല്ലാം അട്ടിമറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. ഇതുപോലെയുള്ള ആളുകൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണം TG മോഹൻദാസിനെ പോലെയുള്ള ഒരാൾ നടത്തിയതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് കോടതിയിലേക്ക് ചെല്ലുന്ന സമയത്ത് കോടതിയുടെ മുന്നിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും കള്ളത്തരങ്ങളൊന്നും ഏതെല്ലാം തരത്തിൽ ആര് കൊണ്ടുവന്ന് സമർപ്പിച്ചാലും അതൊന്നും നടപടിയാകുന്ന ഒരു കാര്യമല്ല എന്ന് വ്യക്തമായതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, പിന്നെ ആ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് പണ്ട് ഇവിടുത്തെ CPMന്റെ സഖാക്കന്മാര് RSSന്റെയും സംഘപരിവാറിന്റെയും പ്രവർത്തകർ ഗ്രാമാന്തരങ്ങളിൽ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് അവരെ സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്വഭാവ രീതിയാണ്. ഇതിപ്പോ സുഡാപ്പികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളത്തിലെ ഈ സുഡാപ്പി ആളുകൾ പൂർണ്ണമായിട്ടും സോഷ്യൽ മീഡിയ കൈയടക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ പല ഘട്ടങ്ങളിലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പൊ CJPയുടെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വന്ന സമയത്ത് നമ്മൾ അതിന്റെ ഫോളോവേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വലിയൊരു വിഭാഗം ഇതുപോലെ ചിന്തിക്കുന്ന ആളുകളാണ്. നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉള്ള ആളുകൾ. അപ്പോൾ ഇതിനെ യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതുപോലെയുള്ള തീവ്ര ചിന്താഗതിക്കാരെ നിലക്ക് നിർത്തുന്നതിന് പകരം അവരെ നിലനിർത്തുന്ന ഒരു അവസ്ഥയാണുള്ളത്. നമ്മൾക്കറിയാം ഈ ഖത്തറിൽ നമ്മുടെ ഒരു 8 നാവിക ഉദ്യോഗസ്ഥന്മാരെ ഖത്തർ പോലീസ് വധശിക്ഷയ്ക്ക് അല്ലെങ്കിൽ ഖത്തർ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനം വന്ന സമയത്ത് ഖത്തറിന് ജയ് വിളിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ആക്രോശിച്ച വലിയ രീതിയിലുള്ള ആളുകളാണ് ഇന്ന് ഈ കേരളത്തിലുള്ളത്. നമ്മൾ ചിന്തിച്ചു നോക്കണം. ഗുജറാത്തിൽ 2008 നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 പേരെയാണ് കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ അഹമ്മദാബാദ് കോടതി തൂക്കുമരത്തിൽ ഏറ്റണം എന്നുള്ള രീതിയിലേക്ക് വധശിക്ഷയ്ക്ക് വിധി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ നാട്ടിൽ
രൂപീകരിക്കപ്പെട്ടത്. ഇവർ ഈ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? ഇതിനെ പറ്റിയുള്ള അന്വേഷണങ്ങളോ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡുകളോ ഒന്നും തയ്യാറാക്കുകയല്ല ഈ പറയുന്ന VD സതീശൻ അടക്കമുള്ള ആളുകൾ ഇവിടെ ചെയ്യുന്നത്. ഇവർക്ക് ഇതുപോലെയുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ ഈ TG മോഹൻദാസിനെയൊക്കെ വർഗീയവാദിയും കൊടും തീവ്രവാദിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് വിഷം തുപ്പുന്ന കാർന്നൂര് എന്നുള്ള രീതിയിലൊക്കെയാണ് നിരന്തരമായിട്ട് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ ഏതെല്ലാം തരത്തിൽ TG മോഹൻദാസിനെ പോലെയുള്ള ആളുകളെയൊക്കെ ഇവിടെ തകർക്കാൻ ശ്രമിച്ചാലും അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി സംഘപരിവാറിന് കേരളത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം മനസ്സിലാക്കുക. TG മോഹൻദാസ് വളരെ കൃത്യമായിട്ട് സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തന്റേതായിട്ടുള്ള അഭിപ്രായം, അത് സംഘപരിവാറിന്റെ എന്നുള്ളതൊന്നും നോക്കില്ല, തന്റേതായിട്ടുള്ള ഒരു അഭിപ്രായം അതിവ്യക്തവും ശക്തവുമായിട്ട് പറയും നമ്മൾ കേട്ടിട്ടുണ്ട്. ചാനൽ ചർച്ചകളിലാണ് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ ജനങ്ങളിടയിലേക്ക് ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് എത്തി. അദ്ദേഹത്തിന്റെ ഒരു വിറച്ചുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു സംഭാഷണ രീതിയും ഇത് ശക്തമായിട്ട് പ്രതിഭാഗത്ത് നിൽക്കുന്ന മറ്റ് ചർച്ചയിലുള്ള ആളുകളെ പൂർണ്ണമായിട്ടും തകർത്ത് തരിപ്പണമാക്കുന്ന തരത്തിലേക്ക് വലിയ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ പറയുന്നു. രാഹുൽ ഗാന്ധി എപ്പോഴും ഇദ്ദേഹത്തിന്റെ ഒരു ഇരയാണെന്നുള്ളതിൽ ഒരു തർക്കമില്ല. അതോടൊപ്പം തന്നെ സുഡാപ്പി ജിഹാദി ഗ്രൂപ്പുകൾ വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ വേരുറപ്പിക്കുന്ന സമയത്ത് ആലുവ മുതൽ പെരുമ്പാവൂർ വരെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ PFI എന്ന് പറയുന്ന നിരോധിത ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിൽ എത്രത്തോളം വലിയ രീതിയിലുള്ള വേരുകൾ ഉണ്ടായിട്ടുണ്ടെന്നില്ല അദ്ദേഹം കൃത്യമായിട്ട് പല ചർച്ചകളിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ രീതിയിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് TG മോഹൻദാസിനെ രാഷ്ട്രീയപരമായിട്ട് തകർക്കാനുള്ള ഒരു വൈരാഗ്യ ബുദ്ധിയാണ് യഥാർത്ഥത്തിൽ SDPI പോലെയുള്ള സംഘടനകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരോടൊക്കെ ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ ഏതെല്ലാം തരത്തിൽ ഇവിടെ ഏത് രീതിയിലുള്ള കള്ളക്കേസുകൾ കൊടുക്കാൻ ശ്രമിച്ചാലും അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷിയിലേക്ക് ഇന്ന് സംഘപരിവാർ ഇവിടെ വളർന്നു കഴിഞ്ഞു. TG മോഹൻദാസിനെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സംഘപരിവാറിൽ എന്നും നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മുന്നോട്ട് പറയുന്ന വ്യക്തികളെയൊക്കെ അങ്ങോട്ട് ചുരുട്ടിക്കൂട്ടി ജീവിതാവസാനം വരെ ജയിലിന്റെ അറകളിൽ എടുത്തിടാമെന്നുള്ള രീതിയിലേക്കുള്ള കാഴ്ചപ്പാടുകളായിരുന്നു നിങ്ങൾക്കെങ്കിൽ അത് വെറും നിങ്ങളുടെ ഒരു അതിമോഹം മാത്രമായിരുന്നു. സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് VD സതീശനൊക്കെ പ്രീണന രാഷ്ട്രീയത്തിന്റെ കൊലകൊമ്പന്മാരാണെന്നുള്ളത് നമ്മൾക്ക് ഒരുപാട് നാളുകളായിട്ട് അറിയാം. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആഗോളതലത്തിൽ തന്നെ അവരുടേതായിട്ടുള്ള രാഷ്ട്ര സംവിധാനങ്ങൾ രൂപീകരിച്ച് ലോകം മുഴുവൻ അവരുടെ കൈപ്പിടിയിലാക്കണം എന്നുള്ള രീതിയിൽ തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു സംഘടനയുടെ കൃത്യമായിട്ടുള്ള പിന്തുണ ആ ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള വെൽഫെയർ പാർട്ടി അടക്കം സഖ്യമായിട്ട് പല വാർഡുകളിലും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഇവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് കൗൺസിലർമാരെയും പഞ്ചായത്ത് മെമ്പർമാരെയും സൃഷ്ടിക്കാൻ വേണ്ടി ഇവരുമായിട്ടുള്ള സഖ്യത്തിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകുന്ന മാനസികാവസ്ഥയുള്ള ആളുകളാണ്. അപ്പോൾ UDFനെ സംബന്ധിച്ച് SDPI പോലെയുള്ള ഒരു സംഘടനയുടെ ഏതനുഭാവി ഇവിടെ അല്ലെങ്കിൽ ഏതൊരു ഇതുപോലെയുള്ള സംഘടനയുടെ അനുഭാവി വന്ന് TG മോഹൻദാസിനെ പോലെയുള്ള ആളുകൾക്കെതിരെ ഒരു ശക്തമായിട്ടുള്ള നിയമ നടപടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോവുകയോ പോലീസ് സ്റ്റേഷനിൽ പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ അടിയുറച്ച ഒരു പിന്തുണ ഈ വിധ വിഷയങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതാണ് നമ്മുടെ കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയങ്ങൾ. സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുഴുവനും CJP സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിൽ ഇവിടുത്തെ സുഡാപ്പികൾ നടത്തുന്ന പല രീതിയിലുള്ള കൊലവിളികളൊക്കെ നമ്മൾ കണ്ടതാണ്. പാർലമെന്റ് അടിച്ചു തകർക്കണം, അതോടൊപ്പം തന്നെ പാർലമെന്റ് മാത്രമല്ല ഓരോ MP-മാരെയും കൈകാര്യം ചെയ്യണം എന്നുള്ള രീതിയിലേക്കുള്ള നിലപാടുകളുമായിട്ടാണ് പലരും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നരേന്ദ്രമോദിക്കെതിരെ അസഭ്യവർഷം ചൊരിഞ്ഞവരും അസഭ്യവർഷം ഇനി ചൊരിയാനിരിക്കുന്നവരും എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് TG മോഹൻദാസിനെ പോലെയുള്ള ആളുകളൊക്കെ ഇവിടെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ അതിനെതിരെയുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം അത് കോടതിയിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ളത് വ്യക്തമാക്കി നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോളൂ. ഇതാണ് നമ്മുടെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സംവിധാനവും രാഷ്ട്രീയ രീതിയും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ.